അങ്ങനെ നമ്മള് വലിയൊരു ബാക്കിയാത്തില് ഷാക്ക ബേക്കലുണ്ട്. അതാണ് ബാക്കിയാത്തിന്റെ ബേക്കലത്തെ ഗേറ്റ്. അങ്ങനെ ബാക്കിയാത്ത് ആണ് ബാക്കിയാത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണ. ഇതാണ് വെല്ലൂർ ബാക്കിയാത്തിന്റെ ടെറസിന്റെ അടവിക്കൂടെ അതിന്റെ ഉള്ളിൽ. ലത്തീഫിയയിൽ പോകാൻ വേണ്ടി ഇവിടുത്തെ അസറത്തിനൊന്ന് കണ്ട് കാര്യങ്ങളിൽ ഇതാക്കി ഇവിടെ നിസ്കരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും ലത്തീഫിയയിലേക്ക്. ഇൻഷാ അല്ലാഹ്. ത്തിലെ പള്ളിക്ക് ഓൾമോസ്റ്റ് ഒരു 300 കൊല്ലത്ത് പഴക്കമുണ്ട്. ഷംസുൽ ഉലമയെല്ലാം പഠിച്ച കാലത്തെ ഉണ്ട് ഈ പള്ളിന്. നമ്മള് വലിയൊരു ബാക്കിയാത്തിൽ വന്നു സാജിർ പഠിപ്പിക്കുന്ന ഒരു സ്ഥാനം പരിചയപ്പെട്ട് കിച്ചരി മട്ടന്നൊരു കിച്ചരിയാണ് മട്ടന്നൊരു കിച്ചരി. അതില് ഏറ്റവും അത്ഭുതമായിട്ട് പറയണ്ടേ, ഈ റൂം കാണുന്ന എല്ലാ വർക്കുകളും ഉസ്താദ് ചെയ്തത് സ്വന്തമായിട്ട് തന്നെ, സ്വന്തമായിട്ട് പണിക്കാർ വെച്ചിട്ടില്ല, സ്വന്തമായിട്ട് അവരെ ഒരു ഹെൽപ്പർ ഉണ്ട്. പക്ഷെ ഇവരെന്നെ ഈ സാധനം വാങ്ങിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇന്റീരിയർ ഇത് ടേബിൾ ആയിക്കോട്ടെ, അത് ആ പുസ്തകങ്ങൾക്ക് വായിച്ചിട്ട് ഇതായില്ല. ഉസ്താദ് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഈ സീലിങ് മാഷാ അല്ലാഹ് കാണാൻ പറ്റി വല്ലാത്തൊരു അനുഭവമായി. അത് എന്ത് പറഞ്ഞില്ല, പലർക്കും മാതൃകയാണ് തന്നെ. വലിയൊരു ബാക്കിയത്ത് സ്ഥാപിച്ച മഹാനവരുടെ ഖബറാണ്. ത്തിലേക്കുള്ള റോഡ് ചെറിയ റോഡാണ്, വലിയ വണ്ടി കൊണ്ടൊന്ന് വരാൻ പറ്റും പക്ഷെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ റോഡുകളാണ്, നമ്മൾ ശ്രദ്ധിക്കാം. പക്ഷെ അതാണ് വേറെ. അൽഹംദുലില്ലാ വെല്ലൂര് ബാക്കിയാത്ത് നമ്മള് അവിചാരിതമായി നമ്മളെ ട്രിപ്പിലേക്ക് കിട്ടിയതാ. ഒരുപാട് അറിവുകള് സാജിർ ഉസ്താദിന്റെ കീഴിൽ കിട്ടി. എന്താ പറഞ്ഞേ, അങ്ങോട്ട് നമ്മള് കയറി ആ പണ്ഡിതന്മാരുടെ അതൊരു പിന്നെ ഉപദേശം കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. അതെ അതെ, കാരണം ഒരുപാട് കൊല്ലത്തെ പഴക്കമുള്ള ഒരു കോളേജാണ്. കേരളത്തിലെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ പിന്നെ വന്ന് ബിരുദെടുത്തൊരു കോളേജാണ് ബാക്കവി ബാക്കിയാത്ത്. അതുപോലെ തന്നെ ഒരുപാട് കണ്ണിയത്ത് ഉസ്താദ്, പിന്നെ അതുപോലത്തെ ഷംസുൽ ഉലമ, AP ഉസ്താദ്, അങ്ങനത്തെ ഒരുപാട് പണ്ഡിതന്മാർ കേരളത്തിൽ അറിയപ്പെട്ട തലയെടുത്ത CM വലിയുള്ള അവരെല്ലാം എന്താക്കിയിട്ടുണ്ട്, അവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ചില ആളുകൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷംസുൽ ഉലമ 7 വർഷത്തോളം അവിടെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇൻഷാ അല്ലാഹ്. അതാണ് ഭാഗ്യം തന്നെ. ഇനി അടുത്ത പോകുന്നത്